ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എണ്ണയില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് നല്ല അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇഫ്താറിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സാണിത്. അപ്പോൾ ഒന്ന് എഗ്ഗ് വെച്ചിട്ടും അതേപോലെ തന്നെ ചിക്കൻ വെച്ചിട്ടും രണ്ട് ടൈപ്പിലുള്ള മസാലയും കൂടി കാണിക്കുന്നുണ്ട്. നല്ല ക്രീമി ടൈപ്പിലുള്ള മസാലയാണ്, അടിപൊളി ടേസ്റ്റും കൂടിയാണ്. എന്തായാലും ട്രൈ ആക്കിയിട്ട് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ മുട്ടപ്പോളക്കുള്ള മസാലയാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങെണ്ണ ഒഴിച്ച് കൊടുത്തിന് നല്ലോണം ചൂടായിട്ടാകുമ്പോഴേക്ക് കുറച്ച് കറിച്ചപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉള്ളിയാണ്. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി, മീഡിയം സൈസിലുള്ള 2 ഉള്ളി എടുത്തിന്. അപ്പോൾ ഈ ഒരു മസാലക്ക് നമ്മൾ ഉള്ളി അധികം ഫ്രൈ ആക്കിയിട്ടൊന്നും എടുക്കുന്നില്ല. ഉള്ളി നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് മാത്രം കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടും കുറച്ചൊന്ന് കളർ ചേഞ്ച് ആയിട്ടും കിട്ടും. അപ്പോൾ ഇതുപോലെ പോളക്കെല്ലാം മസാല ചെയ്തെടുക്കുമ്പോൾ അധികം ഡ്രൈ ആക്കാതെ മസാലയാണ് നല്ലത്. ഇത്ര മതി. ഉള്ളി കണ്ടില്ലേ, കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ചെറുങ്ങനെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിന്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര എരിവതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡറും അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിച്ചപ്പാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളത്. ആ ഒരു ടൈമിൽ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നില്ലേ, ഫസ്റ്റ് ഇട്ട് കൊടുത്തില്ല, ആ ഒരു ടൈമിൽ തന്നെ എല്ലാം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുളക് പൊടിയും ഇട്ട് കൊടുത്തിന്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറിയിട്ടാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റിയേക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മീറ്റ് ബോക്സിനുള്ള മസാലയാണ് റെഡിയാക്കിയിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിന്. നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിന്. അപ്പോൾ മസാല ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നോക്കാം. ഈ ഒരു മസാല ഒരു മാറ്റവും വരുത്തണ്ട, അങ്ങനെയാകുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നില്ല. ആ ഒരു ടൈമിലേക്ക് ചിക്കനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്, പച്ച ചിക്കന് വേവിക്കാത്ത ചിക്കനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടായിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിന്. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തീയെല്ലാം ഒന്ന് കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ഉള്ളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം ചോപ്പാക്കിയിട്ട് എടുത്തിന്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കറിച്ചപ്പിലയും കൂടി ഇട്ട് കൊടുത്തിന്. അതേപോലെ തന്നെ കുഞ്ഞി ക്യാരറ്റില്ലേ, അത് ചോപ്പാക്കിയത് ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ക്യാപ്സിക്കമാണ്. ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ഇട്ട് കൊടുത്തിന്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഓവറായിട്ട് കുക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കാര്യം ഈ ഒരു ടൈമിൽ നിങ്ങളെ കയ്യിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ അതൊരു 3-2 സ്പൂണ് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ടൈമിൽ തീ കുറച്ചൊക്കെ ഉണ്ടെന്ന് വേണ്ട, അതൊരു പൊങ്ങിയ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിച്ചപ്പാണ്. അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിന്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഫുള്ളും മൈദ ഇട്ട് കൊടുത്തിന്. അപ്പോൾ ഈ ഒരു അളവിലേക്ക് ഇത്രയും മതി. അപ്പോൾ മൈദ ഇട്ട് കൊടുത്തിട്ട് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 1 മിനിറ്റോളം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടായിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് പാൽ ഒഴിച്ച് കൊടുത്തിന്. പാലും ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് പാല് നോക്കാം ഈ ഒരു ടൈമിൽ ഇത്ര മതിയോ എന്നല്ല. വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും 2-3 ടേബിൾ സ്പൂൺ നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു മസാല അധികം ഡ്രൈ ആക്കാൻ നിൽക്കണ്ട. ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തീ കൂട്ടി വെക്കണം, എന്തായാലും തീ കുറച്ചൊക്കെ ഉണ്ടെന്നും വേണ്ട. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഈ ഒരു മൈദയില നമുക്ക് വെന്ത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലെയിം ഇപ്പോൾ ഓഫാക്കിന് ലാസ്റ്റായിട്ട്
കസൂരി മേത്തിയില്ലേ അത് 1/2 ടീസ്പൂൺ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു മസാല സൈഡിലേക്ക് മാറ്റിയേക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ബാറ്ററാണ്, അത് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 1.5 കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. മൈദയോ ഗോതമ്പൊടിയോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതെടുത്താൽ മതി. അപ്പം മൈദ ഇട്ട് കൊടുക്കുമ്പോൾ ഞാനൊരു 8 ടേബിൾ സ്പൂണോളം മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അപ്പോൾ ഇത്രയും മസാലയിലേക്ക് ആവശ്യമുള്ള പാലും മൈദയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കുറച്ച് ഇട്ടിട്ട് നോക്കാം എത്ര തിക്നെസ് എന്നെല്ലാം. അപ്പോൾ ഞാനെടുത്ത സ്പൂൺ പോലെ ആയിരിക്കില്ല നിങ്ങൾ എടുക്കുന്നത്. ഒരു 6 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചിട്ട് നോക്കാം. എന്നിട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഉപ്പും ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ കുറച്ചും കൂടി കട്ടിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിലേക്ക് വേണമെങ്കിൽ കുറച്ച് പാലോ വെള്ളമോ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. നമ്മൾ റോളെല്ലാം ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നില്ലേ ആ ഒരു എടുത്താൽ മതി. അധികം കട്ടിയാക്കാൻ നിൽക്കണ്ട. അങ്ങനെയാകുമ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. നമുക്കിത് മടക്കിയെടുക്കാനുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലൂസിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മുട്ടപ്പോളക്കുള്ള ആ ഒരു ബാറ്ററും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു മുട്ട ഇട്ട് കൊടുക്കുക. ഒരു മുട്ട ഇട്ട് കൊടുക്കണമെന്നില്ല, ഒരു മുട്ടൻ്റെ പാതി ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ മുട്ടൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ ഒരു മുട്ട ഫുൾ തന്നെ എടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ആ ഒരു മുട്ട അവിടെ തന്നെ ബാക്കിയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു മുട്ട ഫുള്ളും ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കണക്കിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇതേപോലെ തന്നെ അടിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു ബാറ്ററിൻ്റെ തിക്നെസ് എല്ലാം ഞാൻ ഒഴിക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. കുറച്ച് നെയ്യ് ഇങ്ങനെ തടവി കൊടുത്തിട്ട് ദോശ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് വേണം ഇതുപോലെ ചുട്ടെടുക്കാൻ. തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ദോശയും ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടായിട്ട് ലാസ്റ്റാണ് നമുക്ക് പെട്ടിയപ്പം റെഡിയാക്കിയിട്ട് എടുക്കാനുള്ളത്. ഓരോന്നായിട്ട് വേണമെങ്കിലും റെഡിയാക്കാം. അതല്ലെങ്കിൽ ദോശ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പം മേലെ ഇട്ട് കൊടുത്താലും അത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഈസിയാണ് ഉണ്ടാക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാനും കഴിയും. പിന്നെ ആ ഒരു ഫില്ലിങ് അറിയുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിങ്ങും കൂടിയാണ്. നമ്മൾ ഈ വൈറ്റ് സോസെല്ലാം ഉണ്ടാക്കുന്നില്ലേ, വൈറ്റ് സോസെല്ലാം വെച്ചിട്ട് മസാലയെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള മസാലയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നോക്കാം, നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാനിവിടെ ഇതേപോലെ തന്നെ ഓരോ ദോശയും ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ദോശയും അതേപോലെ തന്നെ ചെയ്തെടുത്തിന്. ഇനി അടുത്തതായിട്ട് നമുക്ക് മുട്ടപ്പോളയില്ലേ അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് സോസ് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 6 ഇഞ്ച് ഉണ്ടാവും അത്ര സൈസിലുള്ള സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വലിയ സോസ് പാനാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനെടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ ഡബിൾ എടുക്കണവേ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ബാറ്ററി റെഡിയാക്കിയിട്ട് ആ ഒരു ബാറ്ററി ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിന്. ഇപ്പം നിങ്ങൾ ഒഴിക്കുന്ന ടൈമിൽ കണ്ടിനല്ലോ കുറച്ച് ലൂസായിട്ട് തന്നെയാണെന്നുള്ളത്. അധികം കട്ടിയാക്കാൻ നിൽക്കണ്ട, ഓവറായിട്ട് ലൂസാക്കാനും നിൽക്കണ്ട. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ആക്കുക. അടിഭാഗം മാത്രം ഒന്ന് ഇങ്ങനെ വെന്ത് വരുന്ന ടൈമില്ലേ അതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാനേ കഴിയില്ല. പകുതി വേവാകുന്ന ടൈമിൽ അതിലേക്ക് മസാല ഫുള്ള് ഇട്ട് കൊടുത്തിന്. എന്നിട്ടായിട്ട് 2 മുട്ട പുഴുങ്ങിയിട്ട് റൗണ്ടിൽ ഒരു മുട്ടനെ 5 ആക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കുക. അത് ഇതുപോലെ അതിൻ്റെ മേലെ ഫുള്ളും വെച്ച് കൊടുക്കുക. എന്നിട്ടായിട്ട് ഒന്ന് പ്രസ്സാക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ടായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റും കൂടി വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മളെ മുട്ടപ്പോള അവിടെ റെഡിയായിനി. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് ടൈമിൽ കാണിച്ചു തരാം. മുട്ടപ്പോള ഒന്ന് ചൂടാറിയിട്ടെല്ലാം വന്നിട്ടായിട്ട് അതൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഈ ഒരു അപ്പവും റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദോശൻ്റെ നടുക്കായിട്ട് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ 1-2 സ്പൂൺ നിങ്ങൾക്ക് എത്ര മസാല വേണ്ട അതിന് കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക. ഇതേപോലെ തന്നെ ഓരോ ദോശയും നമുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ദോശ വെച്ച് കൊടുക്കുക, മസാല വെച്ച് കൊടുക്കുക, 2 സൈഡും ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് ബാക്കി 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൈദൻ്റെ പേസ്റ്റ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നിർബന്ധമില്ല, ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ ഒന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടായിട്ട്
ഒരു മുട്ട എടുക്കുക. എന്നിട്ടായിട്ട് അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കെച്ചപ്പും കൂടി ആക്കി കൊടുത്തിന്. എന്നിട്ടായിട്ട് ഓരോ നമ്മളെ ഈ ഒരു പെട്ടിയപ്പത്തിൻ്റെ മേലെയായിട്ട് ഇതുപോലെ മുട്ട ആക്കി കൊടുക്കുക. അപ്പം ഞാനിത് ഓവൺ ഇല്ലാതെ ചെയ്യുന്നതും എല്ലാം കാണിച്ചു തരുന്നുണ്ടാവേ. ഓവൺ ഇല്ലാതെ നമുക്ക് നല്ല അടിപൊളിയിൽ തന്നെ ഫ്രൈ പാനിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് സമയം ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓവണിലേക്ക് വെച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മേലെ ഇട്ട് കൊടുക്കാൻ അത്ര ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ മസാല വെച്ചിട്ട് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ട് ആ ഒരു ഫില്ലിങ്ങിൽ ഇട്ട് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ഇട്ട് കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഓവൻ ഞാൻ 10 മിനിറ്റ് 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. എന്നിട്ടായിട്ട് 170 ഡിഗ്രിയിൽ 20-25 മിനിറ്റാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായത്. കറക്റ്റായിട്ട് നമുക്ക് കിട്ടീന്. ചീസെല്ലാം നല്ല മെൽട്ടായിട്ട് മേൽഭാഗം ചെറുങ്ങനെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിന്. പക്ഷെ അതിനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ചീസൊന്നും നമുക്ക് മെൽട്ടായിട്ടൊന്നും കിട്ടിയില്ല. അടനെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അതല്ല നിങ്ങൾ ഉള്ളിൽ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ചീസ് നല്ലൊരു ഇങ്ങനെ വലിയുന്ന ടൈപ്പിലെല്ലായിട്ട് നമുക്ക് കിട്ടുമേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണ്ട അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ മുട്ടപ്പോൾ ഒരു സൈഡെല്ലാം നല്ലോണം വെന്തിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ചൂടാറിയിട്ടാകുമ്പോൾ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ടാവേ. അധികമൊന്നും ചൂടാറിയിട്ടാ, നല്ല ചൂടെല്ലാം ഉണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടാകുമ്പോൾ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന്. മസാല ഉണ്ടാക്കുമ്പോൾ അധികം ഡ്രൈ ആക്കാൻ നിൽക്കണ്ട, അതേപോലെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ അന്ന് നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഓവൺ ഇല്ലാതെ എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. മുട്ടൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. മുട്ടയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുക. എന്നിട്ടായിട്ട് അതിലേക്ക് മുക്കിയിട്ട് ഫ്രൈ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഒരു സൈഡ് നല്ലോണം കുറച്ച് കളറെല്ലാം ചേഞ്ച് ആയിട്ട് വരുന്നില്ലേ, ആ ഒരു ടൈമിൽ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടായിട്ട് വേണം നിങ്ങൾക്ക് ചീസിലേക്ക് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെയാകുമ്പോൾ ആ ഒരു ചൂട് കൊണ്ട് ചീസ് മെൽട്ടായിട്ട് കിട്ടും. ഒരു അര മിനിറ്റോളം മാത്രം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ചീസ് നല്ലോണം മെൽട്ടായിട്ട് വരും. ഇപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിന്. ഈ ഒരു ടൈമിൽ വേണം നിങ്ങൾക്ക് ചീസ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് എടുത്താൽ മതി. ഇതും നല്ല ടേസ്റ്റാണ്. ഓവണിൽ വെച്ചതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നിയത് ഇതാണവേ. ഇതാകുമ്പോൾ നല്ലോണം പൊരിഞ്ഞിട്ട് കിട്ടും. ഓവണിൽ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ 20-25 മിനിറ്റോളം വെക്കേണ്ടി വരും. പിന്നെ ഇതിലേക്ക് നമ്മൾ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെതായ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ 2 അടിപൊളി സ്നാക്സും റെഡി ആയിന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മയോണൈസ് വെച്ചിട്ടോ സോസ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ നമ്മൾ ഓവണിൽ വെച്ചത് കുറച്ച് കെച്ചപ്പ് മേലെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇന്നത്തെ 2 സ്നാക്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ആക്കാൻ മറക്കേണ്ട. അതേപോലെ സബ്സ്ക്രൈബ് ആക്കാതെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ടും ആക്കിയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും നല്ല കിഡിലൻ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. താങ്ക് യു.